എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ആരോ നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കാണിക്കാറുണ്ട്. നിങ്ങളുടെ കഴിവുകളെ സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകനോ മാനേജരോ നിങ്ങൾക്കുണ്ടോ? ഒരിക്കൽ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്തിരുന്ന നിങ്ങൾ ഇന്ന് ഓരോ തീരുമാനവും പേടിച്ചുകൊണ്ടാണോ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് വെറും ജോലിയുടെ സമ്മർദ്ദം ആയിരിക്കണമെന്നില്ല. നിങ്ങൾ നാർസിസ്റ്റിക് അബ്യൂസിൻ്റെ ഇരയായിരിക്കാം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ജോലിസ്ഥലത്തെ നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്നും എങ്ങനെ മാനസികമായി മുക്തി നേടാം, എങ്ങനെ ആത്മവിശ്വാസം വീണ്ടെടുക്കാം, കരിയറിന് പുതിയ ദിശാബോധം എങ്ങനെ നൽകാം എന്നതിനെക്കുറിച്ച് 10 ശാസ്ത്രീയ തെളിവ് അധിഷ്ഠിത പ്രായോഗിക മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ആദ്യം സംഭവിച്ചത് നിങ്ങളുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കുക. നാർസിസ്റ്റിക് വ്യക്തികൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടാണ് സ്വന്തം മേൽക്കോയ്മ നിലനിർത്തുന്നത്. അവർ നിങ്ങളുടെ നേട്ടങ്ങൾ ചെറുതാക്കുകയും തെറ്റുകൾ വലുതാക്കുകയും നിങ്ങളുടെ യാഥാർത്ഥ്യബോധം പോലും ചോദ്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇതാണ്: എൻ്റെ മൂല്യം ആരുടെയെങ്കിലും അഭിപ്രായം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വളർത്തിയെടുക്കുക. ഈ തിരിച്ചറിവാണ് പ്രശ്നപരിഹാരത്തിൻ്റെ ആദ്യപടി. രണ്ടാമത്, സംഭവങ്ങൾ എഴുതി വയ്ക്കുന്ന ശീലം തുടങ്ങുക. ഓർമ്മകൾ വികാരങ്ങളുടെ സ്വാധീനത്തിൽ മാറാം. അതുകൊണ്ട് അപമാനകരമായ സംഭാഷണങ്ങൾ, ഇമെയിലുകൾ, മീറ്റിംഗ് കുറിപ്പുകൾ, തീയതികൾ എന്നിവ രേഖപ്പെടുത്തുക. ഇത് 2 തരം ഗുണങ്ങൾ നമുക്ക് സമ്മാനിക്കും. ഒന്ന്, നിങ്ങളുടെ അനുഭവം യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തത ലഭിക്കും. രണ്ടാമത്, ആവശ്യമെങ്കിൽ ഔദ്യോഗികമായ പരാതിക്ക് തെളിവുകളായും ഉപയോഗിക്കാം. മൂന്നാമതായി, സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തകളെ ചോദ്യം ചെയ്യുക. ഞാൻ കഴിവില്ലാത്ത ആളാണ്, എന്നെക്കൊണ്ടൊന്നിനും സാധിക്കില്ല എന്നുള്ള ചിന്തകൾ പലപ്പോഴും നിങ്ങളുടെ സ്വന്തം ശബ്ദമല്ല, ദീർഘകാലമായി മാനസിക പീഡനത്തിൻ്റെ ഇരയാണ് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ്. ഓരോ നെഗറ്റീവ് ചിന്തയ്ക്കും ഒരു ചോദ്യം ചോദിക്കുക: ഈ നെഗറ്റീവ് ചിന്തയ്ക്ക് യഥാർത്ഥ തെളിവുണ്ടോ? പലപ്പോഴും ഉത്തരം ഇല്ല എന്നായിരിക്കും. നാലാമതായി, നിങ്ങളുടെ കഴിവുകളുടെ തെളിവുകൾ വീണ്ടും വീണ്ടും ശേഖരിക്കുക. നിങ്ങൾ നേടിയ വിജയങ്ങൾ, അഭിനന്ദന ഇമെയിലുകൾ, സർട്ടിഫിക്കറ്റുകൾ, മികച്ച പ്രോജക്റ്റുകൾ, ക്ലയൻറ്റുകളുടെ പ്രശംസകൾ എന്നിവ ഒരു പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിക്കുക. ആത്മവിശ്വാസം കുറഞ്ഞ ദിവസങ്ങളിൽ ഇത് വായിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ഇതിനെ ചില സൈക്കോളജിസ്റ്റുകൾ സക്സസ് എവിഡൻസ് ഫയൽ എന്ന് വിളിക്കുന്നു. അഞ്ചാമതായി, ആരോഗ്യകരമായ പ്രൊഫഷണൽ ബന്ധങ്ങൾ പുലർത്തുക, വളർത്തുക. നാർസിസ്റ്റിക് വ്യക്തികൾ പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് വിശ്വസിക്കാവുന്ന സഹപ്രവർത്തകരെയും മെൻറ്റർമാരുടെയും പ്രൊഫഷണൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുക. പോസിറ്റീവ് ആളുകളുമായുള്ള ബന്ധം മാനസിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായി നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആറാമതായി, വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുക. എല്ലാ ആവശ്യങ്ങൾക്കും ഉടൻ പ്രതികരിക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. അനാവശ്യ വിമർശനങ്ങൾ, വ്യക്തിപരമായ ആക്രമണങ്ങൾ, ജോലി സമയത്തിന് പുറത്തുള്ള അമിത സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്ക് വിനയത്തോടെ പക്ഷേ ഉറച്ച നിലപാട് സ്വീകരിക്കുക. ഈ ഒരു ചെറിയ വാചകം മതി. ഈ വിഷയം പ്രൊഫഷണൽ രീതിയിൽ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. പരിധികൾ നിശ്ചയിക്കുന്നത് ബലഹീനതയല്ല, അത് ആത്മാഭിമാനത്തിൻ്റെ പ്രകടനമാണ്. ഏഴാമതായി, നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ പരിചരിക്കുക. നാർസിസ്റ്റിക് അബ്യൂസ് മാനസിക പ്രശ്നം മാത്രമല്ല, അത് ശരീരത്തെയും ബാധിക്കും. ഉറക്കക്കുറവ്, ഉത്കണ്ഠ, തലവേദന, ക്ഷീണം എന്നിവ സാധാരണമാണ്. ദിവസവും 30 മിനിറ്റ് നടക്കുക, ശ്വാസാഭ്യാസം ചെയ്യുക, സ്ഥിരമായ ഉറക്കം ശീലിക്കുക. സ്ഥിരം ശരീരം ശാന്തമാകുമ്പോൾ തലച്ചോറിനും വ്യക്തമായി ചിന്തിക്കുവാൻ കഴിയും. എട്ടാമതായി, പുതിയ കഴിവുകൾ പഠിക്കാൻ തുടങ്ങുക. അബ്യൂസ് നിങ്ങളെ നിശ്ചലനാക്കിയിരിക്കാം. അതിൽ നിന്ന് പുറത്തു വരാനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്ന് പുതിയ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. ഒരു പുതിയ സോഫ്റ്റ്വെയർ, ഒരു സർട്ടിഫിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പരിശീലനം. ഓരോ പുതിയ കഴിവും നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. ഒൻപതാമതായി, നിങ്ങളുടെ കരിയർ ലക്ഷ്യം വീണ്ടും വീണ്ടും നിർവചിക്കുക. ഒരു വിഷമമുള്ള ജോലിസ്ഥലം നിങ്ങളുടെ മുഴുവൻ കരിയറല്ല. സ്വയം ചോദിക്കൂ: 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എവിടെയാകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ മൂല്യങ്ങളോട് പൊരുത്തപ്പെടാൻ സ്ഥാപനങ്ങൾ, ആരോഗ്യമുള്ള ജോലി സംസ്കാരം, വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എന്നിവ അന്വേഷിക്കുക.
ചിലപ്പോൾ ഏറ്റവും വലിയ സമാധാനം ഒരു പുതിയ തുടക്കമായിരിക്കാം. 10ാമതായി, ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുവാൻ ഒരു കാരണവശാലും മടിക്കരുത്. ദീർഘകാല മാനസിക പീഡനം ആത്മവിശ്വാസത്തെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ആഴത്തിൽ ബാധിച്ചേക്കാം. ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം തേടുന്നത് ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും ബുദ്ധിപരമായ നിക്ഷേപമാണ്. ചികിത്സയും കൗൺസിലിങ്ങും നിങ്ങളുടെ ചിന്താരീതിയെ പുനർനിർമ്മിക്കുവാനും ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും സഹായിക്കും. ഓർമ്മിക്കുക, ഒരു നാർസിസ്റ്റിക് വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമല്ല. നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ കരിയറിന് ഇനിയും മികച്ച അധ്യായങ്ങൾ എഴുതാനുണ്ട്. ഇന്നു മുതൽ ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കൂ. സ്വയം കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. സ്വന്തം നേട്ടങ്ങളെ അംഗീകരിക്കുക. ആരോഗ്യകരമായ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ പ്രൊഫഷണലിൻ്റെ സഹായം തേടുക. ഒരു വിഷമമുള്ള ജോലിസ്ഥലം നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, അത് കൂടുതൽ ശക്തമായ ഒരു പുതിയ തുടക്കത്തിൻ്റെ മുന്നോടിയാകാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഇത് പങ്കുവയ്ക്കൂ. ഇത്തരം മനഃശാസ്ത്ര, കരിയർ വളർച്ച, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ തെളിവ് അധിഷ്ഠിത ഉള്ളടക്കങ്ങൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നന്ദി. വീണ്ടും മറ്റൊരു പ്രയോജനകരമായ വിഷയവുമായി കാണാം.